my dear students, welcome to ASAP. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മെൻസുറേഷനിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മെൻസുറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? 3D ജോമെട്രി. അപ്പം ഈയിടെയായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് 3D ജോമെട്രിയിൽ അഡ്വാൻസ് സെക്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയി നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് ദ റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ് ഡിക്രീസ്ഡ് ബൈ 10%, then വോളിയം ഓഫ് ദ സ്ഫിയർ ബി ഡിക്രീസ് ബൈ വാട്ട് പെർസെൻറ്റേജ്? എന്താ ചോദിച്ചേക്കുന്നത്? സ്ഫിയറിൻ്റെ വോളിയം 10% കുറയാണ്. അങ്ങനെയെങ്കിൽ വോളിയത്തിന് എത്ര ചേഞ്ച് വരും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം 10% പറഞ്ഞാൽ ഇത് പെർസെൻറ്റേജ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ. അപ്പോൾ 10% എന്ന് വെച്ചാൽ എന്താണ്? 10% എന്ന് വെച്ചാൽ നമുക്കറിയാം ഫ്രാക്ഷണൽ ഫോം. 10% എന്ന് വെച്ചാൽ 1/10 ആണ്. ഓക്കെ അല്ലേ? ഇനി വോളിയം ഓഫ് ദ സ്ഫിയർ, വോളിയം എന്താണ്? 4/3 πr³. എടാ ഇവിടെ 4/3 π എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിന് എന്ത് വരുന്നില്ല? ചേഞ്ച് വരുന്നില്ല. ചേഞ്ച് ഏതിനേ വരുന്നുള്ളൂ? r³. ഇത് ഈ റേഡിയസിന് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളിത് റേഷ്യോ മെത്തേഡിലാണ് ചെയ്യുന്നത്. 10% എന്താ ചെയ്യുന്നത്? കുറയാണ്. അപ്പോൾ ആദ്യം 10 ആണെന്നുണ്ടെങ്കിൽ പിന്നെ എത്രയാവും? 9 ആവും. 10 - 1 9 ആവും. ഓക്കെ അല്ലേ? ഇനി നോക്ക്, റേഡിയസിന്റെ പവർ എന്താ? 3 ആണ്. അപ്പോൾ നമ്മൾ 3 തവണ ഇത് തന്നെ എഴുതണം. എത്ര വരും? 10 ഉള്ളത് 9 ആയി. പിന്നെ 10 ഉള്ളത് എന്തായി? 9 ആയി. ഇനി എന്താ ചെയ്യുക? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 10³ 1000 അല്ലേ. ഇത് 9³ എന്ത് വരും? 729. ഓക്കെ അല്ലേ? ഇത് നോക്കി, ഇവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എന്ത് ചേഞ്ച് ആണ് ചോദിച്ചേക്കുന്നത്? പെർസെൻറ്റേജ് കൂടുകയാവട്ടെ പെർസെൻറ്റേജ് കുറയാവട്ടെ, നമ്മൾ എന്ത് എഴുതേണ്ടത്? ചേഞ്ച് വന്നേക്കുന്നത് മേലെ എഴുതണം. എത്രയാണ് ചേഞ്ച് വന്നേക്കുന്നത്? 271. എത്ര വന്നേക്കുന്നത്? 271 ആണ് കുറവ്. അത് മേലെ എഴുതുന്നത് ഡിവൈഡഡ് ബൈ എത്രയെന്നാണ് ചേഞ്ച് വന്നേക്കുന്നത്? 1000 എന്ന് അല്ലേ. 1000 × 100. ഇത് രണ്ടും കട്ട് ചെയ്ത് ഇത് രണ്ടും കട്ട് ചെയ്ത് എത്ര വരും? 27.1% കുറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നിങ്ങൾ എന്താണ് പെർസെൻറ്റേജ് കൂടുകയാണോ കുറയാണോ നോക്കുക, അത് എത്രയാണ് അതിൻ്റെ പവർ അതിനനുസരിച്ചിട്ട് എഴുതുക. മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കട്ടെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 3 circles of radius 7 cm are placed in such a way that each circle touches the other two. What will be the area of portion enclosed by these 3 circles? നമ്മളോട് പറഞ്ഞേക്കുന്നത് 3 സർക്കിൾസ് ഉണ്ട്. ഓരോ സർക്കിളും വെച്ചേക്കുന്നത് മറ്റ് 2 സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ 3 സർക്കിൾ ഇങ്ങനെ ടച്ച് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അതിനിടയിൽ എൻക്ലോസ് ചെയ്തേക്കുന്ന ഏരിയ എത്രയെന്നാണ് ചോദ്യം. ഞാൻ ഫിഗർ ഒന്ന് വരക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിൻ്റെ ഇവിടെ വേറൊരു സർക്കിൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു സർക്കിൾ. 3 സർക്കിൾസ് ഉണ്ട്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത്, ഞാൻ വേറൊരു കളർ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. നോക്ക്, ഇവിടെ എൻക്ലോസ് ചെയ്തേക്കുന്ന റീജിയനിലെ ഏരിയ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോക്കടാ, ഈ സർക്കിളിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 7 cm ആണ്. എത്രയാണ് സർക്കിളിൻ്റെ റേഡിയസ്? എത്രയാണ്? 7 cm ആണ്. അപ്പം ഇത് സർക്കിളിൻ്റെ സെൻറ്റർ ആണ്. ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ സെൻറ്റർ ഇങ്ങനെ വരയ്ക്കുകയാണ്. സെൻറ്റർ വരച്ചു കഴിഞ്ഞാൽ നോക്കടാ, റേഡിയസ് 7 ആണ്. ഇത് 7 ആണ്, ഇത് 7 ആണ്, ഇത് 7 ആണ്, ഇത് 7 ആണ്. അതുപോലെ ഇതും ഇതും. അങ്ങനെയെങ്കിൽ ഈ സർക്കിളിൻ്റെ ഈ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയാ? 14 ആണ്. ഇത് 14 ആണ്, ഇത് 14 ആണ്. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഫോം ചെയ്തേക്കുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്ത് ട്രയാങ്കിൾ ആണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏരിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ഇവിടെ ഫോം ചെയ്തേക്കുന്ന എന്താണ്? ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കാണിക്കാം. ഇതാ ഞാൻ ഈ യെല്ലോ ഷെയ്ഡിൽ മാർക്ക് ചെയ്യുന്നത് ഇതെന്താണ്? ഒരു സെക്ടർ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് എന്ത്? ഒരു സെക്ടർ. ഓക്കെ അല്ലേ? അപ്പോൾ 3 സെക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് 3 സെക്ടേഴ്സിൻ്റെ 1 2 3 3 സെക്ടേഴ്സിൻ്റെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ഏരിയ കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ആദ്യം ഞാൻ എഴുതുക ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ √3/4 a². √3/4 a². a² എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. ഇവിടെ എത്ര വരുന്നുണ്ട്? 14 ആണ്. അപ്പോൾ എത്ര വരും? √3/4 14² 196. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സെക്ടർ. സെക്ടറിന്റെ ഏരിയ എന്താണ്? ഇതാണ് ഒരു സെക്ടർ വരുന്നത്. അങ്ങനെ 3 സെക്ടർ ഉണ്ട്. അപ്പോൾ സെക്ടറിന്റെ ഏരിയ എന്താ? ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു
നമുക്കറിയാം എന്താണ് θ/360 ഇൻറ്റു πr². ഓക്കെ അല്ലേ? ഞാൻ ഇതേ ഇക്വേഷന് അവിടെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏരിയ ഓഫ് ദ സെക്ടർ θ/360, തീറ്റ എത്രയുടെ വരുന്നത്? ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അവിടുത്തെ ആംഗിൾ എപ്പോഴും എന്താണ്? 60 ഡിഗ്രി ആണ്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുക 60/360 ഇൻറ്റു പൈ ഇൻറ്റു r². r² എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. റേഡിയസ് എത്രയാണ്? 7 സെന്റിമീറ്റർ. 7 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 7² എന്ന് പറയുന്നത് 49. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര സെക്ടേഴ്സ് ഉണ്ട്? 3 സെക്ടേഴ്സ് ഉണ്ട് അല്ലേ? അപ്പം 3 സെക്ടേഴ്സിന്റെ ഏരിയ കുറക്കണം. ഒരു സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് 3 സെക്ടറിന്റെ ഏരിയ കുറക്കണം. അപ്പം നമുക്ക് ഏരിയ എൻക്ലോസ്ഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ √3/4 a², അതായത് 196 മൈനസ് 3 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു πr². പൈൻ്റെ വാല്യൂ 22/7 49. ഇനി കട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ കട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? നോക്കടാ 60 360 ഇവിടെ എത്ര വരും? 6. 3ഉം 6ഉം 2. ഇതും കട്ട് ചെയ്യുന്ന 7. ഇതും കട്ട് ചെയ്യുന്ന 11. ഇനി ഇവിടെ 4 വെച്ച് കട്ട് ചെയ്യാണ്. 4 വെച്ചിട്ട് ഇവിടെ എത്ര 4 36 9. അപ്പോൾ കിട്ടുന്നത് 49 √3 മൈനസ് 77. എത്ര വരുന്നത്? 49 √3 മൈനസ് 77. നമുക്ക് ഓപ്ഷനിലോട്ട് പോയി നോക്കാം. ഏതാണ് വരുന്നത്? 49 √3 മൈനസ് 77 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വന്നേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒരു കൂടി കണ്ടു നോക്കാം. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.